കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പം ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ മകരച്ചൊവ്വ ആയിരുന്നു. അപ്പം മകരച്ചൊവ്വ പ്രമാണിച്ച് ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്സവം പ്രമാണിച്ച് വൈകിട്ട് ഇതിലെ തെയ്യം അങ്ങനെ പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വെയിലൊന്നും നോക്കിയില്ല, നേരത്തെ തന്നെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വെയിലിനൊന്നും വകവയ്ക്കാതെ ഞാൻ മുറ്റം അടിക്കുകയാണ് കേട്ടോ. നമുക്ക് മുറ്റമെല്ലാം ചുറ്റി അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണികളൊക്കെ തീർത്തിട്ട് നമ്മൾ ഉത്സവം കാണാൻ അമ്പലത്തിൽ പോകും കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് നേരത്തെ തന്നെ വൃത്തിയാക്കിയിട്ട് പണികളൊക്കെ തീർത്ത് റെഡിയായി ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുറ്റം അടിക്കട്ടെ. നിങ്ങളുടെ അടുത്തൊക്കെ മകരച്ചൊവ്വ ഉത്സവം ഉണ്ടായിരുന്നവർ പറയണേ. ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തെ മുറ്റമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഒരു നനവുണ്ട് കേട്ടോ. എന്താവശ്യത്തിന് വെള്ളം എടുത്താലും നേരെ വെള്ളം കോരി ഒഴിക്കുന്ന ഇങ്ങോട്ടാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് കുഞ്ഞു ഇലയൊക്കെ ഉണങ്ങിയിട്ട് അതൊക്കെയാണ് അടിച്ചാൽ നീങ്ങാനൊക്കെ പാടാണ് കേട്ടോ. കുറച്ച് പ്ലാവിലയും റബ്ബറിലേക്കേ ഉള്ളൂ, പക്ഷെ എന്നാലും ഇല ചാടി കിടക്കുന്നൊരു വൃത്തികേടല്ലേ. അപ്പോൾ ഇതങ്ങോട്ട് അടിച്ച് കുട്ടി ഞാൻ അവിടെ ഇട്ടാണ് കേട്ടോ കത്തിക്കുന്നത്. കരിയിലയാണ് എല്ലാം അവിടെ കൊണ്ടിട്ട് കത്തിക്കും. അങ്ങനെ നമ്മൾ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുറ്റമൊക്കെ നല്ലോണം അടിച്ചിട്ടുണ്ട്, അടിച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. പുറകുവശത്തൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തു, കരിയിലേക്ക് അടിച്ച് വാരി കൂട്ടിയിട്ടു കേട്ടോ. നമുക്കത് കയ്യോടെ തന്നെ അത് കത്തിച്ച് കളഞ്ഞേക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ കുറേ കോഴികളൊക്കെ ഉണ്ട്, എല്ലാം കൂടി വന്നിട്ട് ചകഞ്ഞ് നിരത്തി നാശമാക്കും. അപ്പം കയ്യോടെ തന്നെ അത് ഇപ്പം നല്ല വെയിലൊക്കെ അടിച്ച് നല്ല ഉണങ്ങിയിരിക്കുക, പെട്ടെന്ന് തന്നെ കരിയിലെല്ലാം കൂടെ കത്തിപ്പോക്കോളും. അപ്പം ഞാനിവിടെ കൂട്ടിയിട്ട കരിയിലയൊക്കെ തീയിട്ടു കേട്ടോ. അതവിടെ ഇടുന്ന് കത്തിപ്പോക്കോട്ടെ. നമ്മൾ അന്നേരത്തിന് മുന്നേ അടുത്ത പണിക്കൊക്കെ പോവാം. നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതിനൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട്. കറ്റാർ വാഴ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പനിക്കൂർക്ക എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മളിതാ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കേട്ടോ. അതിൽ കുറച്ച് തക്കാളി തെയ്യും എന്തിൻ്റെയൊക്കെയോ തൈകൾ മുളച്ച് വരുന്നുണ്ട്. റോസിന് പുതിയ തളിർപ്പും മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. വിരിഞ്ഞ് കഴിയുമ്പോൾ അറിയാവേ കളർ ഏതാണെന്ന്. ഇത് ഒരു ആഫ്രിക്കൻ മല്ലിയുടെ തൈയാണ്. അത് കരിയിലൊക്കെ അവിടെ ഇട്ടേക്കണമെന്ന് വെച്ചാൽ വെള്ളം നിൽക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ പാത്രം കഴുകാനുള്ള പാത്രമൊക്കെ കഴുകി കമത്തി വെച്ചു. നമ്മുടെ കുപ്പിയിലെ മണി പ്ലാന്റ് ആണ് കേട്ടോ. കുപ്പിയിലായതുകൊണ്ട് അങ്ങോട്ട് പടർന്നൊന്നും പോവില്ല, അങ്ങനെ നിന്നോളും. പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണികളും അതിനിടയ്ക്ക് കഴിഞ്ഞേ. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി 2 നൈറ്റ് അടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂലൊക്കെ എടുത്തിട്ടുണ്ട്, പെരക്കാവ് അടിച്ചു വരാം കേട്ടോ. എൻ്റെ ചൂലിൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഇതിങ്ങനെ അടിച്ചടിച്ച് അതിൻ്റെ ഒരു വശം അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീടിനകം അടിച്ചു വരാവേ. ആദ്യം നമുക്ക് ഇറയോ ഒന്ന് അടിച്ചു വാരിയിടാം. കാരണം ഫുള്ള് പൊടിയൊക്കെ എപ്പോഴും ഇറയത്താണ് കേട്ടോ. പുറത്തുനിന്ന് കാറ്റും പൊടിയെല്ലാം ഉള്ളതുകൊണ്ട് ഇറയത്ത് എപ്പോഴും ഇങ്ങനെ പൊടിയായിരിക്കും, എത്ര അടിച്ചാലും പൊടി മാറില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇറയൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇറയം മാത്രമല്ല, ഇതിനിടയ്ക്ക് നമ്മൾ വീടിന് അകം കൂടി അടിച്ച് വാരിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒന്ന് തുടച്ചുകൂടി ഇടാവേ തറയൊക്കെ. തറ തുടയ്ക്കാൻ ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ മോപ്പാണ് കേട്ടോ. അത് നമ്മുടെ ഒരു പഴയ ഡ്രസ്സിൻ്റെ തുണിയാണ്. അതെടുത്തിട്ട് നൈസായിട്ടൊരു കോലയിലോട്ട് അങ്ങോട്ട് കെട്ടി വെച്ചു. മോപ്പ് റെഡി. നല്ല മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തുടയ്ക്കാം. ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ വേഗം പോയി കുളിച്ചിട്ടു, കാരണം അങ്ങനെ തെയ്യം വരുന്നതിൻ്റെ മേളം കൊട്ട് സൗണ്ട് കേട്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചേച്ച് വന്നു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞായിരുന്നു, കുളിച്ചാൽ മാത്രം മതിയായിരുന്നു. ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ.
അങ്ങനെ ഇതാ തെയ്യോ കോലങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. പ്രാവശ്യം ആൾ കുറവാണേ. കഴിഞ്ഞ കൊല്ലം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, തവണ ആൾ കുറവാണ്. അപ്പോൾ എന്താ അങ്ങനെ തെയ്യക്കോലങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് കടന്നു പോവാണ് കേട്ടോ, അമ്പലത്തിലേക്ക്. ഇവർക്ക് മടുക്കുമ്പോൾ ഇരിക്കാനും ദാഹിക്കുമ്പോൾ കുടിക്കാനും വെള്ളമൊക്കെ ആയിട്ട് ഇതാ സ്റ്റൂളും വെള്ളമൊക്കെ ആയിട്ട് ഒരാളിങ്ങനെ എപ്പോഴും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ മേളക്കാരൊക്കെ എത്തിയത്. മേളവും ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ അവരും കടന്നു പോയി കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കും അമ്പലത്തിലോട്ട് പോകണേ. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി പോയി റെഡി ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. അത്യാവശ്യം ഇരുട്ടായേ ആകുമ്പം. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ നല്ലോണം ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ അമ്പലത്തിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാനിതാ അമ്പലത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകെ ഒരു തലപ്പൊലി ഘോഷയാത്രയൊക്കെ വരുന്നുണ്ട്. അവർ വരുന്നതിന് മുന്നേ നമുക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നേ വേഗം പോകുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടോളൂ. ഈ ടീം ഇതിലേ അല്ലേ പോണേ? നിൽക്കുക, അവർ ലാസ്റ്റ് ആവട്ടെ. ഇവിടെ ഒന്നാലും ക്ലിയർ, അവിടെ നിന്ന് ആൾക്കാരുടെ തലയെ കിട്ടുള്ളൂ. അത് ലാസ്റ്റ് പുറകെ ബൈക്കിൽ കൂടെ പോവാം. ഓരോ കൂട്ടരും ഓരോ വഴി കൂടെ പോകണം അല്ലേ?
പുറകുവശക്കാരുടെ ഘോഷയൊക്കെ അടിപൊളിയാണ്. ദൂരം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ അവസാനത്തെ പൂരങ്ങൾ തന്നെ. അത് മേളം മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വരെ നമ്മൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട്. ടാറ്റാ ബൈ ബൈ.